മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സിനിമകൾ, സൂപ്പർ ഹിറ്റുകൾ, ഗംഭീര കഥാപാത്രങ്ങൾ ഇതൊക്കെ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ശ്രീ രഞ്ജിത്ത്. 87-ൽ സിനിമയിലോട്ട് വന്ന് കഥാകൃത്തായി, പിന്നീട് തിരക്കഥാകൃത്തായി, പിന്നീട് രാവണപ്രഭു എന്ന് പറയുന്നൊരു സിനിമയിലൂടെ സംവിധായകനായി മാറി. ഒരു കാലത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ, പ്രത്യേകിച്ച് പ്രാഞ്ചേട്ടൻ ഒക്കെ റിലീസായ ഒരു സമയത്ത്, അന്ന് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ള, അല്ലെങ്കിൽ താരമൂല്യം എന്ന് പറയാൻ പറ്റുന്നറിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെ സൂപ്പർ ഹിറ്റുകളല്ല, പക്ഷെ ഭയങ്കര ക്രിട്ടിക്കലി പേരെടുക്കുന്ന സിനിമകളൊക്കെ ആയിരുന്നു അന്ന് കൂടെ. ഭയങ്കര ബോക്സ് ഓഫീസിൽ കുലുക്കുന്ന വിജയങ്ങളൊന്നും അല്ല 2008-9 കാലഘട്ടങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്തത്. പക്ഷേ ഒരുപാട് മികച്ച സിനിമ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയൊക്കെ പോലത്തെ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ സമ്മാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ആ ഒരു രഞ്ജിത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം ഇന്ന് ജയിലിലാണ്, സബ് ജയിലിലാണ്, റിമാൻഡിലാണ്. അതിൻ്റെ കാരണവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു യുവനടിയോട് മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞ് ഒരു, എന്താ പറയുക, ശരിക്കും ഒരു ജാമ്യം കിട്ടാത്ത ഒരു കുറ്റം തന്നെയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അകത്തായത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഞെട്ടിക്കലായിരുന്നു സിനിമാ ലോകത്തിന്. കാരണം രഞ്ജിത്തിനെ കുറിച്ച് മുമ്പ് കുറച്ച് ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. 2 ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്നും കോടതിയിൽ നിലനിന്നില്ല. അതെനിക്ക് തോന്നുന്നു കോടതി അത് റദ്ദാക്കി. അതിനുശേഷമാണ് ഈ ഒരു ആരോപണം ഇപ്പോൾ കയറി വന്നത്. അത് ഇപ്പം നമ്മളൊന്ന് കൂട്ടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എവിടെയോ ഒരു പോസ്റ്റ് കണ്ടു. അതായത് അവധി തുടങ്ങുകയാണ്, ഈ പറയുന്ന ദുഃഖവെള്ളിയുടെയൊക്കെ അവധിയിലോട്ട് വരുന്നതിന് മുമ്പ് രാത്രി രഞ്ജിത്തിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മജിസ്ട്രേറ്റിനകത്ത് ഹാജരാകുന്നു. അതിനുശേഷം ജയിലിലേക്ക്, സബ് ജയിലിലോട്ടാകുന്നു. പക്ഷെ ഇനി ഒരു ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവധിയെല്ലാം കഴിയണം. അപ്പോൾ ശരിക്കൊരു ലോക്ക് ചെയ്തു എന്നുള്ള രീതി തന്നെയാണ് രഞ്ജിത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്ക് ഇപ്പോൾ രഞ്ജിത്തിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, വിവാദങ്ങൾ എന്ന് പറയുന്നത് രഞ്ജിത്തിനെ പിന്തുടരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പ്രത്യേകിച്ച് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയ ശേഷമാണ് ആ ഒരു ഇതിൽ പ്രശ്നങ്ങൾ വന്നിരുന്നത്. കാരണം അദ്ദേഹം ശരിക്കും നമുക്കറിയാം പിണറായി വിജയൻ്റെ വളരെ അടുത്ത ഒരു, എന്താ പറയുക, പിണറായി വിജയന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടിയും ഈ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റിയിരുന്നില്ല. സഖാക്കളുടെ ഇടയിൽ നിന്ന് തന്നെ, അങ്ങനെ തന്നെ പറയാം, ഒരു ഇടതുപക്ഷ അനുകൂലികളുടെ ഇടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വിവാദങ്ങളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ, അന്ന് ആ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ എത്ര പേര് കാണുമെന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്തോ ഒരു പ്രസ്താവന അന്ന് ഇറക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ അന്ന് സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിക്കാൻ കയറിയപ്പോൾ കൂവി. അപ്പോൾ പറഞ്ഞിരുന്നു, കൂവല്ലൊന്നും കൂവി തോപ്പിക്കാന്ന് വിചാരിക്കേണ്ട, 76-ലെ SFIയിൽ തുടങ്ങിയതാണ്, അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം ഇറക്കിയിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, അതായത് ഈ കൂവുന്നത് കുറിച്ച്, അതായത് കൂടുതലും യുവാക്കൾ, യങ്സ്റ്റേഴ്സ് ആയിരുന്നു അന്ന് അവിടെ ഈ ഫിലിം ഫെസ്റ്റിവലിന് വന്നതും ഇദ്ദേഹത്തിനെ കൂവിയതൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, എനിക്ക് വയനാട്ടിലൊരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു നായയുണ്ട്, ആ നായയെ നോക്കാൻ ഒരാളുണ്ട്, പക്ഷെ ആ നായയ്ക്ക് അറിയില്ല ഞാൻ എൻ്റെ യജമാനനാണെന്നുള്ള, നായ എന്നെ നോക്കി കുരയ്ക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ മോശമായിട്ട് ഉപമിച്ചു എന്ന രീതിയിലാണ് അന്ന് അദ്ദേഹത്തിന് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെതിരെ ശരിക്ക് ആ ഒരു രീതിയിൽ തന്നെയാണ് എതിരെ എല്ലാവരും ശബ്ദിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ ഒരു മാടമ്പി, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം മാടമ്പി സിനിമകളാണ്. അപ്പോൾ മാടമ്പിത്തരം അദ്ദേഹം കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും പുറത്താക്കിയിരുന്നില്ല. പിന്നീടാണ് ഈ ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോൾ, പണ്ട് പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു ബംഗാളി നടി വരുന്നതും അതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നു. അതുപോലെ തന്നെ ഒരു യുവാവ് യുവാവിനെ രഞ്ജിത്ത് വളരെ മോശമായിട്ട് പെരുമാറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും. പക്ഷെ എന്തായാലും ഈ ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം പിന്നെ രാജിവെക്കുകയും പകരം പ്രേംകുമാർ, അന്ന് വൈസ് ചെയർമാൻ ആയിരുന്ന പ്രേംകുമാർ ആയിരുന്നു പിന്നീട് അതിലോട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നത്. പ്രേംകുമാർ രഞ്ജിത്തിന്റെ സുഹൃത്താണ്. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് വഴി തന്നെ ആയിരിക്കാം പ്രേംകുമാർ അക്കാദമിയിലോട്ട് വന്നത്. ഇവർ ഒരുമിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചിരുന്നതാണ്. പിന്നീട് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സമയത്ത്, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് വിനയന്റെ സിനിമ 19-ാം നൂറ്റാണ്ടിൽ ചില അവാർഡുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇടപെട്ടു എന്ന് അന്ന് ആ ജൂറിയിലുണ്ടായിരുന്ന പലവരും, നേമം പുഷ്പരാജിനെ പോലെയുള്ള പലവരും അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ രഞ്ജിത്ത് അത് നിഷേധിക്കുകയാണ് ചെയ്തത്.
അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം ബംഗാളി നടി ഉന്നയിച്ചപ്പോഴും പിന്നീട് അദ്ദേഹം അത് നിഷേധിച്ചു. അദ്ദേഹം പറഞ്ഞത് അന്ന് ഒരു ഫ്ലാറ്റിൽ വന്നു, എൻ്റെ കൂടെ എൻ്റെ അസോസിയേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കിത് പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ആരോപണം വന്നപ്പോഴും അദ്ദേഹം പറയുന്നത് അത് വ്യാജ ആരോപണമാണെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു അറസ്റ്റിലായ ശേഷം ഒരുപാട് പേര് പല പ്രസ്താവനകൾ ഇറക്കി. അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് വിനയന്റെയാണ്. നമുക്കറിയാം വിനയന്റെ സിനിമയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടാതിരിക്കാൻ കളിച്ചൊരു വ്യക്തി രഞ്ജിത്തായിരുന്നു എന്ന് വിനയൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്ന് രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്ത സജി ചെറിയാനെതിരെ വിനയൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രി സജി ചെറിയാനെതിരെയൊക്കെ. എന്തോ അദ്ദേഹം ഒരു ഇതിഹാസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു സർക്കാസ്റ്റിക് ലൈനിലൊക്കെ വിനയൻ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വിനയന്റെ വളരെ ചുരുക്കം വാചകങ്ങൾ മാത്രമേ ഉള്ളൂ. വിനയൻ അതിൽ ഇത് കാവ്യനീതിയുടെ കാലം, പുകഴ്ത്തുപാട്ടുകൾക്ക് ശ്രുതി പിഴച്ചൊരു കാലം, പൊയ്മുഖങ്ങൾക്ക് ഇത് കഷ്ടകാലം എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് കുറച്ചുകൂടി ഉണ്ട്. എന്തായാലും ഇങ്ങനെയാണ് അദ്ദേഹം വന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വിനയനെ അല്ലെ ഈ രഞ്ജിത്തിനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അത് വ്യക്തമായിരുന്നു. പിന്നെ ഗോപൻ മങ്ങാട്ട് എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം കുറച്ചും കൂടി ഒരു എന്താ പറയുക കടന്ന കൈയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 76 മുതലുള്ള SFI പാരമ്പര്യം വിളിച്ചുകൂപ്പി വെറുതെ തല്ലിന്റെ എണ്ണം കൂട്ടണ്ട. അദ്ദേഹം പറഞ്ഞ് ജയിലിൽ പോയാൽ നടയടി കിട്ടും, തെറിവിളി കേൾക്കും, 7 പേർക്ക് കിടക്കാവുന്ന ഒരു സെല്ലിൽ ഒരു 10-25 പേരൊക്കെ ഉണ്ടാവും, അതിൽ കൊതുകടിയും കൊണ്ട് അവിടെ കിടക്കേണ്ടി വരും. എന്തായാലും അവിടെ വന്ന് ഈ ഒരു 76 SFI കാരനാണെന്നുള്ള ഡയലോഗ് അടിച്ചാൽ നിങ്ങൾക്കത് ചിലപ്പോൾ തല്ല് കിട്ടും എന്നും പറഞ്ഞിട്ടാണ് കളിയാക്കിയിരിക്കുന്നത്. പിന്നെ ആലപ്പി അഷറഫ് അഷറഫിനെ കുറച്ച് മുമ്പും രഞ്ജിത്തിനെതിരെ വീണ്ടും അന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. 6-ാം തമ്പുരാൻ എന്നൊരു സിനിമയുടെ സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലി എന്ന് പറഞ്ഞു, എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് തല്ലി അന്ന്, പക്ഷെ വേറെ ആരും ഒന്ന് തടഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒന്ന് ഒരുപാട് പേര് അതിന്റെ അടിയിൽ കമന്റുകളൊക്കെ ഒന്ന് രഞ്ജിത്തിനെതിരെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ആലപ്പി അഷറഫ് പോസ്റ്റ് ഇട്ടിരിക്കുന്നതിൽ മലയാള സിനിമയിലെ മാടമ്പി, ഒടുവിൽ ഉണ്ണികൃഷ്ണ ശാപമോ, നിസ്സഹായരായ സ്ത്രീകളുടെ കണ്ണുനീരിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും. അപ്പൊ വീണ്ടും ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഒരു പഴയ കാര്യങ്ങൾ വീണ്ടും ആലപ്പി അഷ്റഫ് കുത്തിപ്പോക്കിയിരിക്കണം. ഡോക്ടർ ബിജു, നമുക്കറിയാം ഒരുപാട് ഓഫ് ബീറ്റ് സിനിമകൾ ചെയ്യുന്ന, ഒരുപാട് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടുന്ന അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എഴുതിയ സിനിമകളെ സ്ത്രീവിരുദ്ധത ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിത്തിനെ കുറിച്ച് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ തനിക്ക് റിലവൻസ് എന്ന പദത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത വ്യക്തിയാണ് രഞ്ജിത്ത്. എനിക്ക് തോന്നുന്നു പണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ സമയത്ത് അവാർഡിന്റെ സമയത്ത് ബിജുവിന്റെ സിനിമയെക്കുറിച്ച് വന്നപ്പോൾ, ഡോക്ടർ ബിജുവിന്റെ സിനിമ അവിടെ അവാർഡിന് വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ രഞ്ജിത്ത് ഡോക്ടർ ബിജുവിന് എന്ത് റിലവൻസ് ആണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഒരു സംസാരമുണ്ട്. അപ്പൊ ഡോക്ടർ ബിജു പറഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു പുതിയ സിനിമ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്, ആ സിനിമ രഞ്ജിത്ത് കണ്ടിട്ട് ഒന്ന് പഠിക്കുക എന്നുള്ള രീതിയിലും കൂടിയാണ് അതിൽ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പല ആളുകളും രഞ്ജിത്തിനെതിരെ സംസാരിച്ചെങ്കിലും അന്ന് രഞ്ജിത്ത് അറസ്റ്റായ ശേഷം അതിന്റെ പിറ്റേ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരുന്ന WCC അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എവിടെ എന്നുള്ള രീതിയിലൊക്കെ കുറെ കമന്റുകൾ വന്നിരുന്നു. നമുക്കറിയാം ദിലീപിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിയിരുന്നു, പക്ഷെ രഞ്ജിത്തിന്റെ വിഷയം പലരും മൗനമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ WCC പ്രതികരിച്ചിട്ടുണ്ട്. WCC ഈ കുറ്റവാളികളുടെ ധൈര്യത്തിന്റെ ഉറവിടം എവിടെ നിന്നാവും, അതെ പ്രവർത്തിക്കാത്ത ഒരു സംവിധാനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ആണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൽ ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന ഓരോ സിനിമയിലും രൂപീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്യാനാണ്. ആ ഇന്റേണൽ കമ്മിറ്റിയിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവര് WCC പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സജിതാ മഠത്തിലും രൂക്ഷമായിട്ട് തന്നെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരൊക്കെ എവിടെ, പ്രത്യേകിച്ച് WCCയിലെ ഒരുപാട് നടിമാരുണ്ട്, അവർ ഏറ്റവും കൂടുതൽ ദിലീപിനെതിരെ സംസാരിച്ചിരുന്ന ആളുകളൊക്കെ, അവരൊക്കെ ഇനി എന്തു പറയും? കാരണം രഞ്ജിത്ത് നമുക്കറിയാം ഹിറ്റ് മേക്കർ ആയിരുന്നു, പക്ഷെ 2018 ഡ്രാമ എന്ന് പറയുന്ന സിനിമ അത് വലിയ വിജയമല്ലായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 2015 ശേഷം ഞാൻ എന്ന് പറയുന്നൊരു സിനിമ, ലോഹം, അങ്ങനെ കുറച്ച് പുത്തൻ പണം, ഇതൊന്നും അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റുകളല്ല. കാരണം ഡ്രാമ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം അവസാനമായിട്ട് സംവിധാനം ചെയ്തത്. അത് കണ്ട് പിന്നെ അദ്ദേഹം നായാട്ട്, അയ്യപ്പനും കോശിക്കും, കുറച്ച് കൊത്ത്, ഈ സിനിമകളുടെയൊക്കെ പ്രൊഡക്ഷൻ നിർമ്മാതാവും കൂടിയായിരുന്നു. ഇത് കണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരുന്നത്. അതും അതിനിടയ്ക്ക് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി അദ്ദേഹം തിരക്കിലായി. ഇതായിട്ട് അദ്ദേഹത്തിന് അസുഖബാധിതനായി, അദ്ദേഹം എന്തൊക്കെ ട്രീറ്റ്മെന്റ്, എനിക്കൊണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിട്ട് അദ്ദേഹം MTയുടെ, അത് കുറച്ച് മുമ്പാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്, MTയുടെ 10 കഥകളുടെ ഒരു സിനിമ, അതിൽ ഒരു മമ്മൂട്ടി വെച്ചിട്ടൊരു സിനിമ അന്ന് രഞ്ജിത്താണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശരിക്കുള്ളൊരു തിരിച്ചുവരവെന്ന് പറയുന്നത് ആരോ എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂട്ടി ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ശ്യാം പ്രസാദും മഞ്ജു വാര്യരും ഒക്കെ അഭിനയിച്ച, അസീസ് നെടുമങ്ങാടും ഒക്കെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം കണ്ടാണ് രഞ്ജിത്ത് വീണ്ടും ഒരു സിനിമ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നത്. അത് പ്രകാശ് വർമ്മയാണ് ഹീറോ. കാരക്കാമുറി ഷൺമുഖൻ നമ്മുടെ ബ്ലാക്കിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര
ന്യൂസ് ആയിരുന്നു, ഭയങ്കര ഹൈപ്പാണ്. അതിൽ ബോബി കുര്യനൊക്കെ അഭിനയിക്കുന്നുണ്ട്, അങ്ങനെയുള്ള അഭിരാമി അഭിനയിക്കുന്നുണ്ട്, സിദ്ദിഖ് അഭിനയിക്കുന്നുണ്ട്, ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ പ്രശ്നം നടക്കുന്നത്. ആ സിനിമയുടെ ഷൂട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് പാക്കപ്പായി കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ്. ഇനി ഈ ഒരു സിനിമേനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. രഞ്ജിത്തിന് പുറത്തിറങ്ങിയാലും ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഇനി ഏതൊക്കെ പ്രേക്ഷകർ ഇനി എങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ തിയേറ്ററിൽ രഞ്ജിത്ത് വരുമ്പോൾ നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് രഞ്ജിത്ത് മാറി നിന്നെങ്കിലും രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിരുന്നു. അന്ന് ഒരു ഗ്യാപ്പിന് ശേഷമാണ് രഞ്ജിത്ത് മീഡിയയിൽ വന്നത്. പലപ്പോഴും നമ്മുടെ കവിത തിയേറ്ററിൽ രാവണപ്രഭു ഹൗസ്ഫുൾ ആയി വിടുമ്പോൾ രഞ്ജിത്ത് തന്നെ പുറത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ രഞ്ജിത്ത് എന്തായാലും ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു വരുമ്പോൾ പ്രേക്ഷകർ വീണ്ടും രഞ്ജിത്തിനെ കൈയടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി എന്ത് സംഭവിക്കും, അതൊരു കാര്യം. പിന്നെ മമ്മൂട്ടി, ഇപ്പോൾ മോഹൻലാൽ ബബ്ബബ്ബ എന്നുള്ള സിനിമയിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷം ഇറങ്ങിയ സിനിമയാണ്. എന്നിട്ട് പോലും ആ സിനിമയെ ബഹിഷ്കരിക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നു, ബബ്ബബ്ബ സിനിമയെ. അവരൊക്കെ ഇനി ഈ പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ, രഞ്ജിത്തിന്റെ സിനിമ ബഹിഷ്കരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ ഇതിനു മുമ്പ് ദിലീപിന്റെ ആരോപണ വിധേയനായ സമയത്ത് ദിലീപിന്റെ കൂടെ അഭിനയിക്കില്ല, ദിലീപിന്റെ സിനിമകൾ കാണില്ല, ദിലീപ് സിനിമ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു ആരോപണം അലൻസിയാർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ അലൻസിയാറുടെ കൂടെ WCCയിലെ പ്രമുഖയായ പാർവതി തിരുവോത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീരവിയുടെ ഭാര്യയാണ് ഗീതു മോഹൻദാസ്, അവരും WCCയിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണ്. അവര് രാജീരവിയുടെ സിനിമയിൽ അലൻസിയാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ദിലീപിന്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം എല്ലാവരും ഒരു ദിലീപിനെതിരെ നിൽക്കുന്നു. പക്ഷെ ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതില് ഈ പറയുന്ന രാഹുൽ ഈശ്വരാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് സത്യം തെളിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, അവൾക്കൊപ്പമോ അവനൊപ്പമല്ല, ഞാൻ സത്യത്തിനൊപ്പമാണെന്ന്. രാഹുൽ ഈശ്വർ എന്നും പുരുഷന്റെ പക്ഷത്ത് നിൽക്കുന്ന സംസാരിക്കുന്നതാണ്. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് രഞ്ജിത്ത് ഇത് കോടതിയിൽ തെളിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ആരോപണം മാത്രമാണ് അദ്ദേഹത്തെ ഇതുപോലെ തന്നെ അദ്ദേഹത്തിനെ വെറുതെ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിനെ ആക്രമിക്കല്ലേ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാഹുൽ ഈശ്വർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പിണറായി വിജയന്റെ അടുത്ത ആളാണെന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആക്രമിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രഞ്ജിത്തിന്റെ അവസ്ഥ മോശമാണ്. ഇനി ഇതൊക്കെ തെളിയണം. കാരണം ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ്. ഒരു കാരവാന്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. കാരവാന്റെ അകത്ത് ഒരിക്കലും CCTV ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ പുറത്തുള്ള CCTV അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യണം. ഇപ്പോൾ ബോബി കുര്യനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ശാലിനി നായരും ചോദ്യം ചെയ്യണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ കാരവൻ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ദിലീപിന്റെ കേസ് നമുക്കറിയാം, നടിയാക്കപ്പെട്ട കേസിൽ ഒരുപാട് കാലം നീണ്ടുപോയി. ഇത് അതുപോലെ നീണ്ടുപോയാൽ സത്യം പെട്ടെന്ന് തെളിയട്ടെ. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. ഇനി അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തെളിഞ്ഞ് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കണം. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സോഹൻ, ചലച്ചിത്ര സംവിധായകൻ നടനുമായ സോഹൻ പറഞ്ഞിരുന്നു, അദ്ദേഹം എന്റെ ഗുരുസ്ഥാനീയനാണ്, തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 65 വയസ്സായിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും ബാക്കി കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കട്ടെ. പക്ഷെ കോടതിയുടെ അത് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ വിധിക്കാൻ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് അധിക്ഷേപിച്ച് അതിലോട്ട് പോവാതിരിക്കട്ടെ ഒരു കാര്യം. പിന്നൊന്ന്, ദിലീപിനോട് കാണിച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരന് അല്ലെങ്കിൽ ആരോപണ വിധേയനായപ്പോൾ ദിലീപിനോട് കാണിച്ചിരുന്ന ആ ഒരു പ്രവണത ഇപ്പുറത്തെ WCC അല്ലെങ്കിൽ രഞ്ജിത്തിനുമായി ചേർന്ന് നിൽക്കുന്നവർ കാണിക്കട്ടെ. അവർ ഇതിലും അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത, WCCയുടെ വിശ്വാസ്യത, അല്ലെങ്കിൽ WCCയുടെ അകത്തുള്ളവരുടെ വിശ്വാസ്യത പ്രേക്ഷകർക്ക് ഒരു സംശയമാവും എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഈ കാര്യത്തിൽ, രഞ്ജിത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അത് നമുക്ക് കമന്റ് ചെയ്യുക.